പ്രതിപക്ഷത്തിനെതിരെ ആഞ്ഞടിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിർദ്ദിഷ്ട നിയമം അവതരിപ്പിച്ചതിനെ കുറിച്ച് അദ്ദേഹം ബീഹാറിൽ പ്രതികരിച്ചു. സർക്കാർ ജീവനക്കാർ 50 മണിക്കൂർ ജയിലിലായാൽ ജോലി പോകുന്ന അവസ്ഥയാണ് നിലവിൽ. അവരെ ഭരിക്കുന്ന PM, അതുപോലെ മന്ത്രി, മുഖ്യമന്ത്രി എത്ര നാൾ ജയിലിൽ കിടന്നാലും കസേര ഭദ്രമാണ്. ഇത് മാറണം, ഈ സ്ഥിതി മാറണം. 50 മണിക്കൂറല്ല, 29 ദിവസമാണ് പ്രധാനമന്ത്രി, മന്ത്രി, മുഖ്യമന്ത്രിമാർക്ക് പുതിയ നിയമം നൽകുന്ന ഇളവ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരിച്ചപ്പോൾ ഈ വിഷയത്തെപ്പറ്റി പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ്. അതേപോലെ ജീവനക്കാരനെ 50 മണിക്കൂർ തടവിലാക്കിയാൽ അയാൾക്ക് ജോലി നഷ്ടപ്പെടും. അത് ഡ്രൈവർ ആയാലും, ക്ലർക്ക് ആയാലും, പ്യൂൺ ആയാലും. എന്നാൽ ഒരു മുഖ്യമന്ത്രിക്കോ മന്ത്രിക്കോ പ്രധാനമന്ത്രിക്കോ പോലും ജയിലിൽ നിന്ന് അവിടെ പോലും സർക്കാരിൽ തുടരാൻ കഴിയും. കുറച്ചു കാലം മുൻപേ തന്നെ ജയിലിൽ നിന്ന് ഫയലുകൾ ഒപ്പിട്ട് ഇങ്ങോട്ടേക്ക് എത്തുന്ന, ജയിലിൽ നിന്ന് സർക്കാർ ഉത്തരവുകൾ നൽകി തുടങ്ങിയതൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. നേതാക്കൾക്ക് അത്തരം ഒരു മനോഭാവം ഉണ്ടെങ്കിൽ അഴിമതിക്കെതിരെ നമുക്ക് എങ്ങനെ പോരാടാനാകും? NDA സർക്കാർ അഴിമതിക്കെതിരെ ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെല്ലാം പ്രധാനമന്ത്രി ആയാലും അതിൻ്റെ പരിധിയിൽ വരുന്നവയാണ്. പ്രതിപക്ഷ പാർട്ടികൾ, പ്രത്യേകിച്ച് കോൺഗ്രസ്, RJD, ഇടതുപക്ഷം തുടങ്ങിയ പാർട്ടികളാകട്ടെ ഈ ബില്ലിനെ നിശിതമായി തന്നെ എതിർക്കുകയാണ്. കാരണം അവരുടെ കസേരകൾ തെറിക്കാതിരിക്കാൻ വേണ്ടിയാണ് അവർ ഇത്തരത്തിലൊരു ബഹളം അവിടെ ഉണ്ടാക്കുന്നത്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പേരിൽ നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒരിക്കൽ പോലും അദ്ദേഹം കോടതിയിൽ ഹാജരാകുകയോ അതിൽ വേണ്ടി പൂർണ്ണമായ പ്രയത്നത്തോടു കൂടി തന്നെ അതിനെ നോക്കിക്കാണുകയോ ചെയ്തിട്ടില്ല. ജയിൽ ശിക്ഷ അനുഭവിക്കാൻ പാകത്തിനുള്ള കുറ്റകൃത്യങ്ങൾ അദ്ദേഹം ചെയ്തു കൂട്ടുന്നു. എന്നാൽ തലനാഴിടയ്ക്കാണ് രക്ഷപ്പെടുന്നതും. ഇത്തരത്തിലൊരു വിഷയത്തിൽ അത് കണക്കിലെടുക്കുമ്പോൾ ഇത് കൂടുതൽ ഫലപ്രദമായി മുന്നോട്ട് പോകേണ്ട കാര്യങ്ങൾ തന്നെയാണ് എന്ന് വ്യക്തമാകുന്നു. ജയിലിൽ കിടക്കുന്നവർ ഭരണഘടനാ സ്ഥാനങ്ങൾ തുടർന്നും വഹിക്കുമെന്ന് രാജേന്ദ്ര ബാബുവിനെ പോലെയുള്ള നമ്മുടെ പൂർവികർക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നതല്ലായിരുന്നു എന്നതും അദ്ദേഹം പറയുന്നു. തെറ്റുകൾ ചെയ്തതിനാലും അനന്തര ഫലങ്ങൾ ഭയപ്പെടുന്നതിനാലും ഈ പാർട്ടികൾ സുരക്ഷിത അല്ലെങ്കിൽ സസൂക്ഷ്മ പരിശോധനയെ ഭയപ്പെടുന്നുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. തിരഞ്ഞെടുപ്പ് നേട്ടങ്ങൾക്കായി തന്നെ നുഴഞ്ഞുകയറ്റക്കാർ എന്ന് താൻ വിശേഷിപ്പിച്ചവരെ സംരക്ഷിക്കുകയാണ് എന്നും പ്രധാനമന്ത്രിയുടെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അതേസമയം അഴിമതിക്കാരാണ് ഈ പുതിയ ബില്ലിനെ പേടിക്കുന്നത്. ജയിലിൽ ഇരുന്നു കൊണ്ടുള്ള ഭരണം ഇനി വേണ്ട എന്നും ബീഹാറിലെ ഗയയിൽ നടക്കുന്ന പൊതുപരിപാടിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് പ്രധാനമന്ത്രി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ 65 വർഷമായി കോൺഗ്രസ് എത്രമാത്രം അഴിമതി നടത്തിയെന്ന് രാജ്യത്തെ ജനങ്ങൾക്ക് നന്നായി അറിയാം. ബീഹാറിലെ RJDയുടെ അഴിമതിയെക്കുറിച്ച് എല്ലാ കുട്ടികൾക്കും അറിയാവുന്ന കാര്യമാണ്. ജയിലിൽ നിന്ന് തന്നെ ഫയലുകൾ ഒപ്പിട്ടു. ജയിലിൽ നിന്ന് തന്നെ സർക്കാർ ഉത്തരവുകൾ പുറപ്പെടുവിക്കുകയായിരുന്നു. നേതാക്കൾക്ക് ഈ മനോഭാവമാണ് എങ്കിൽ അഴിമതിക്കെതിരായ പോരാട്ടം എങ്ങനെ നടത്താനാകും? രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് ഒരു മാന്യതയുണ്ട്. അത് കീറിമുറിക്കപ്പെടുന്നത് കണ്ടു നിൽക്കാനാവില്ല എന്നും ഇവിടെ പ്രധാനമന്ത്രി വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ചെറിയ രീതിയിലുള്ള ഏതെങ്കിലും കുറ്റകൃത്യമാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് 30 ദിവസത്തിനകം തന്നെ ജാമ്യം ലഭിക്കുന്നതാണ്. എന്നാൽ ഗുരുതരമായ കുറ്റകൃത്യമാകുമ്പോഴാണ് 30 ദിവസമായാലും ജാമ്യം ലഭിക്കാതെ ജയിലിൽ കഴിയേണ്ടി വരിക. ഇത്തരം ആളുകൾ പിന്നീട് മന്ത്രിസ്ഥാനത്തേക്ക് ഇരിക്കാൻ യോഗ്യരല്ല. എല്ലാ തെറ്റുകളും ചെയ്തിട്ടും ജയിലിൽ കഴിയുമ്പോഴും അധികാരത്തിന്റെ സുഖം ആസ്വദിക്കുന്നത് എന്നത് ആരും ഇനി കരുതേണ്ട ആവശ്യമില്ല. അതിനാൽ കേന്ദ്ര സർക്കാർ ഈ നിയമം കൊണ്ടുവന്നതെന്നും എന്നാൽ കോൺഗ്രസും RJDയും ഇടതുപക്ഷ പാർട്ടികളും ഒക്കെ തന്നെ ഈ നിയമത്തെ എതിർക്കുകയാണ് ചെയ്യുന്നത്. എന്തിനാണ് അവർ ഇങ്ങനെ ഭയപ്പെടുന്നത്? കാരണം അവരിൽ പലരും ഇപ്പോഴും ജാമ്യത്തിലാണ് പുറത്തു നടക്കുന്നത്. പലരും ഇപ്പോഴും കോടതിയിൽ ചുറ്റിത്തിരിക്കുകയാണ്. ഇതൊക്കെയാണ് അവർ ഈ നിയമത്തെ എതിർക്കുന്നതിന്റെ കാരണമെന്നും മോദി ഇവിടെ വ്യക്തമാക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.